This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ആരോഗ്യ ഗ്രാമം പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്ന റെഡ് ലേഡി പപ്പായ തൈകളുടെ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം കാക്കയഞ്ചാലിൽ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, കൃഷി ഓഫീസർ KR ജിതിൻ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവർ സംസാരിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ 1250 കുടുംബങ്ങൾക്ക് 3 വീതം തൈകളാണ് പദ്ധതി പ്രകാരം 75% സബ്സിഡിയിൽ അനുവദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പുതിയ കൃഷി ഓഫീസറാണ്. പേര് ജിതിൻ. ചാർജ് എടുത്തിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ കർഷകർക്ക് വിതരണം ചെയ്യുന്ന റെഡ് ലേഡി പപ്പായ തൈകളുടെ വിതരണമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് ചൂട് കൂടുതലാണ്. എന്നാലും ഇപ്പോഴും ഇത് കൊണ്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് മഴ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നടുകയാണെങ്കിൽ നമ്മുടെ നാടൻ പപ്പായകളെക്കാളും കൂടുതൽ നമുക്ക് വിളവും അതുപോലെ തന്നെ ഷെൽഫ് ലൈഫും നമുക്ക് സൂക്ഷിച്ച് വെക്കാനും കഴിയുന്ന തരത്തിലുള്ള വലിപ്പമുള്ള പപ്പായകളാണ് നമുക്ക് റെഡ് ലേഡിയിലൂടെ ലഭ്യമാകുന്നത്. അപ്പോൾ കർഷകർ ഈ തൈകളും പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2025-26 വർഷത്തെ പദ്ധതി പ്രകാരം ഉള്ള പപ്പായ തൈകളാണ് ഇവിടെ വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ സാമ്പത്തിക വർഷം ആദ്യമായി നമ്മൾ കർഷകർക്ക് നൽകുന്ന ഒരു നടീൽ ഉൽപ്പന്നമാണ് ഈ പപ്പായ തൈകൾ എന്ന് പറയുന്നത്. നമ്മുടെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൃഷി ഓഫീസർ പറഞ്ഞ പോലെ തന്നെ പപ്പായ തൈകൾ നന്നായി, പ്രത്യേകിച്ച് റെഡ് ലേഡി പപ്പായ തൈകൾ വളരെ നന്നായി പരിപാലിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഇവിടെ ഇപ്പോൾ പപ്പായ തൈകൾ പ്ലോട്ടുകളായി കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. ഈ റെഡ് ലേഡി പപ്പായ തൈകൾ അതിന് നല്ല വിപണന മൂല്യവും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ അതുകൊണ്ട് തന്നെയാണ് ഈ പപ്പായ തൈകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ പപ്പായ തൈകളുടെ വിതരണമാണ് ഇവിടെ പഞ്ചായത്ത് തലത്തിൽ ഉദ്ഘാടനം എന്ന രീതിയിൽ നിർവഹിക്കുന്നത്. അപ്പോൾ ഇത് കൃഷി ഓഫീസർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനിയും ഈ വർഷം പുതിയ ഇതുപോലുള്ള പദ്ധതികൾ നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് നൽകുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആശംസകളും ഈ ഉദ്യമത്തിന് നൽകുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇത് വിതരണം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. അവരെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരോഗ്യവും ഭക്ഷ്യസുരക്ഷയും എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പപ്പായ തൈകൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ തൊടികളിൽ അശ്രദ്ധമായി വളരുന്ന ഒരു ചെടി എന്നാണ് ഇതിനെ പലരും കാണുന്നത്. എങ്കിലും വൈറ്റമിൻ എയും സിയും ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒരു അത്ഭുത ഫലമാണ് ഈ പപ്പായ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കിതിനെ ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ചെറിയ രീതിയിൽ കുറഞ്ഞ ചിലവിൽ പരിപാലിച്ച് കൊണ്ടുപോയാൽ നല്ല രീതിയിൽ ഫലമുണ്ടാകുന്ന ഒരു റെഡ് ലേഡി പപ്പായ തൈയാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. ഇന്ന് ഈ വിതരണത്തിന് ഇതിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.